അസ്സലാമു അലൈക്കും ഉസ്താദേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഇന്ന് കാലത്ത് മുതലാണ് ഈ മോതിരം ധരിച്ചത്. പറഞ്ഞ പോലെ കാലത്ത് ഈ പറഞ്ഞ പോലെ യാസീനോദം പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഈ പറഞ്ഞ പോലെ ഫാത്തിഹോദി പറഞ്ഞത്. ഫാത്തിഹോദി മുതിശുക്രിൽ വാഹനോടവർക്ക് ഫാത്തിഹോദി. വൈകിട്ട് പിന്നെ മോളാണ് ഈ പറഞ്ഞ പോലെ 3 യാസീനോദി ഇതുമായിരുന്നു. ഇന്ന് മോതിരം ഞാൻ കാലത്ത് മുതൽ സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മോതിരമൊക്കെ ധരിച്ചു. ഒരു 3-4 മാസമായിട്ട് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഠിച്ചാൻ വേണ്ടിച്ച് അൽഹംദുലില്ലാ ഒരു 6 മണിയാകുമ്പോഴേക്കും വക്കീൽ വിളിച്ച് പറഞ്ഞു ജാമ്യം അനുവദിച്ചിട്ടുണ്ടെന്ന്. അൽഹംദുലില്ലാ എന്തോരം അത് അൽഹംദുലില്ലാ പറഞ്ഞാലും ഉണ്ടാവില്ല. അത്രയ്ക്കും പ്രശ്നങ്ങളിലായിരുന്നു. ഒരേ മാസവും ഇങ്ങനെ ഡേറ്റ് മാറ്റി കൊണ്ടുവരുന്നത്. ജാമ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നു. അൽഹംദുലില്ലാ. എടാ ഉസ്താദേ ദുആ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ ഏതായാലും ഉസ്താദേ കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ വണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി കിട്ടിയിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ ഞാനൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഇത്രയൊക്കെ പൈസേൻ്റെ കച്ചവടം എനിക്ക് ശരിയാവും എന്നുള്ളത്. അള്ളാൻ്റെ ബർക്കത്ത് കൊണ്ടും മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ ബർക്കത്ത് കൊണ്ടൊക്കെ അൽഹംദുലില്ലാ കച്ചവടം ഈ ആഴ്ചയൊക്കെ എല്ലാ ദിവസവും നല്ല കച്ചവടമായിരുന്നു. പടച്ചോനെ നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 50 കിലോൻ്റെ കച്ചവടമായിരുന്നു. 50 കിലോ മീൻ എന്നും വിൽക്കാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയിൽ അൽഹംദുലില്ലാ ഇപ്പോൾ 40-45 കിലോൻ്റെ അടുത്തേക്ക് 45 കിലോൻ്റെ അടുത്തേക്ക് മീൻ എടുത്ത് കൊണ്ടുപോയി എന്നും കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ നേരത്തെ കഴിയുന്നുണ്ട്. തോനെ ഒരു ദിവസം ഇതുവരെ ബാക്കി വന്നിട്ടോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഒക്കെ രാവിലെ ഒരു 6 മണിക്ക് കച്ചവടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ മോതിരം യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ റെയിൽവേ ക്രോസ് ഉണ്ടല്ലോ, റെയിൽവേ ക്രോസിൽ ഇങ്ങനെ വണ്ടി റെയിൽവേ ക്രോസിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ റെയിൽവേ ക്രോസിൽ നിന്ന ടൈമിൽ അപ്പം വണ്ടി ഇങ്ങനെ ട്രെയിനെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ ഇറങ്ങാനായിട്ട് അങ്ങോട്ട് വന്നതിൽ ഞാൻ ഗേറ്റ് തുറന്ന് പെട്ടെന്ന് ഞാൻ ഫാസ്റ്റായിട്ട് ഇറങ്ങി എന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആ റെയിൽവേ ക്രോസിൻ്റെ ആ ഒരു പാളത്തിൻ്റെ ഇത് വന്ന് ആ ഗേറ്റ് വന്ന് ഞാൻ ഹെൽമെറ്റ് ഇട്ട് വരുന്നത്. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഇവിടെ നിന്ന് പൊത്തോന്ന് റെഡി അടിച്ച് വലിയ ശബ്ദമായിട്ട് അടിച്ച്. ഞാൻ വിചാരിച്ച് എൻ്റെ ഹെൽമെറ്റ് പൊട്ടിക്കാണ് എൻ്റെ തല എന്ന് വിചാരിച്ചു. പക്ഷേ മാഷാ അള്ളാഹ് ആ മോതിരത്തിൻ്റെ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് കാരണം എനിക്ക് ഒന്നും പറ്റിയില്ല. കാരണം ഞാൻ ശബ്ദം കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഹെൽമെറ്റിനൊന്നും പറ്റിയില്ല. ആയിക്കോട്ടെ, എനിക്ക് അത് മറന്നു വരും. 3 ദിവസത്തിൻ്റെ ഓർമ്മയുണ്ട്. ബാക്കി സ്ഥലം പറഞ്ഞപ്പോൾ ഉണ്ടായി അനുഭവം എന്ന് പറഞ്ഞാൽ കുറേ അൽഹംദുലില്ലാ കുറേ മാറ്റങ്ങളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്കിത് ധരിച്ചതിൻ്റെ ശേഷമാണ് 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് ആകർഷമായിട്ട് വന്നത്. നിങ്ങളത് എന്താ പറയുക വിസൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ എന്താ പറയുക പിന്നെ പൈസൻ്റെ കടങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാ കുറേ ആൾക്കാർ സഹായിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയണമെന്ന് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഞാൻ ജൂൺ 1 സ്കൂൾ തുറന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയിന്. അമ്മായിൻ്റെ മോളെ പെണ്ണുങ്ങൾ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ വലിയ ഇറക്കാണ്. KMCT ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളേരി ഭാഗത്ത് മുടക്കല്ലൂർ. അപ്പോൾ മുടക്കല്ലൂർ സാർ. അപ്പോൾ അവിടുന്ന് വലിയ ഇറക്കിയും താഴത്ത്. പക്ഷേ ബ്രേക്ക് പോയി സാർ. അൽഹംദുലില്ലാ എന്തോ അള്ളാൻ്റെ കൃപ ഉണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. പിന്നെ ഈ മോതിരത്തിന് ഞാനല്ലോ ഒരു സ്ഥലത്തിൽ ഓരോ അനുഭവങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തി അൽഹംദുലില്ലാ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സാർ. അപ്പോൾ വലിയൊരു എന്താ പറയുക അൽഹംദുലില്ലാ കുറേ മാറ്റങ്ങളുണ്ട് സാർ. ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. ഞാൻ